അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ. അതായത് പ്രൈസിങ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. 4P അതിൻ്റെ അകത്ത് വരുന്ന ഒരു എലമെൻ്റാണ് ഈ പ്രൈസിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് ഈസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ ദ ബയ്യർ. ആ വാങ്ങിക്കുന്ന ആൾ അതിന് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനായിട്ട് കുറച്ച് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ആ എമൗണ്ട് ഓഫ് മണീനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഒരു കമ്പനി വിലയിടുമ്പോൾ അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒരു പ്രോഡക്റ്റിന് കൊണ്ട് വിലയിടാനായിട്ട് സാധിക്കില്ല. കുറേ ഫാക്ടേഴ്സ്, കുറേ ഘടകങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു പ്രോഡക്റ്റിന് നമുക്ക് വിലയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിന് വിലയിടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേതാണ് പറഞ്ഞിട്ടുള്ളത് പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പം അതിൽ പ്രോഡക്റ്റ് കോസ്റ്റാണ് ഒന്നാമതായിട്ട് വരുന്നത്. പ്രോഡക്റ്റ് കോസ്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അഫക്റ്റിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈസ് ഇറ്റ്സ് കോസ്റ്റ്. ആ ഇറ്റ്സ് കോസ്റ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസിനെ, ഏതൊരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ വിലയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിന് വേണ്ടി വരുന്ന ചിലവ്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ചിലവ് 2-3 ഉണ്ട്. അതൊക്കെയാണെന്ന് നോക്കാം. ചിലവ് കോസ്റ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ പ്രൊഡക്ഷനായിട്ട് വരുന്ന ചിലവ്, അതിൻ്റെ റോ മെറ്റീരിയൽ മേടിക്കണം, അതിൻ്റെ മെഷീനറീസ് ഉണ്ട്, എംപ്ലോയീസിന് ശമ്പളം കൊടുക്കണം. അത് അപ്പം നമുക്കറിയാം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരുപാട് ചിലവുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു സാധനം വിറ്റഴിക്കാനായിട്ട്. അപ്പം അതോടൊപ്പം തന്നെ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് വിൽപ്പനയ്ക്കായിട്ട് അതിന് കുറേ ചിലവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് വിതരണം ചെയ്യുന്നതിനായിട്ട് കുറേ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ രീതിയിൽ കോസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് കുറേ ചിലവ് വരുന്നുണ്ട്, റോ മെറ്റീരിയൽ അങ്ങനത്തെ കാര്യങ്ങൾ. സെല്ലിങ്ങിനായിട്ട് കുറേ ചിലവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിതരണത്തിനായിട്ട്, ഡിസ്ട്രിബ്യൂഷനായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സെല്ലിങ്ങിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ എല്ലാത്തിനോടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം, ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരുപാട് ചിലവുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതിനെ എല്ലാത്തിനോടെ കൂട്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ എക്സ്പെൻസിനെ എല്ലാത്തിനോടെ കൂട്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് കോസ്റ്റ് സെറ്റ്സ് ദ മിനിമം ലെവൽ ഓർ ഫ്ലോർ പ്രൈസ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ വില, അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ തറവില എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റിന് ഏറ്റവും കുറഞ്ഞ വില അറ്റ് വിച്ച് ദ പ്രോഡക്റ്റ് മേ ബി സോൾഡ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഏറ്റവും വില കുറച്ച് വിൽക്കുന്നതിനായിട്ടായിരിക്കും ഒരു കമ്പനി ശ്രമിക്കുക. കാരണം കോമ്പറ്റീഷനുണ്ട്, ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലുള്ളതുകൊണ്ട് ഏറ്റവും വില കുറച്ച് അങ്ങനെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എന്നതിനെ പറ്റിയിട്ടാണ് എല്ലാ കമ്പനികളും തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കോസ്റ്റ് സെറ്റ്സ് ദ മിനിമം ലെവൽ പ്രൈസ്. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം ലെവലിൽ ഏറ്റവും വില കുറച്ച് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഈ കോസ്റ്റാണ്, ചിലവുകളാണ്. അപ്പോൾ അതിൻ്റെ ചിലവുകളെല്ലാം കണക്ക് കൂട്ടിയതിന് ശേഷമാണ് ഏറ്റവും വില കുറച്ച് എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ഓരോ കമ്പനിയും ചിന്തിക്കുന്നത്. കാരണം ഒരിക്കലും അവർക്ക് വില കുറച്ച് കൊടുക്കാമെന്നും പറഞ്ഞാൽ അവർക്കുണ്ടായ ചിലവിനേക്കാൾ താഴ്ത്തി ഒരു കമ്പനിക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനി നഷ്ടമായി പോകും, അവർ ബിസിനസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന ചിലവുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് എത്ര രൂപയ്ക്ക് ഏറ്റവും വില കുറച്ച് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി അവരൊരു തീരുമാനം എടുക്കുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ജനറലി ഓൾ ബിസിനസ് ഫേം എയിം അറ്റ് ഏണിങ് എ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഓവർ ദ എബോവ് കോസ്റ്റ്. അപ്പോൾ എല്ലാ ബിസിനസ് ഫേമും എന്തോടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു മാർജിൻ ഓഫ് പ്രോഫിറ്റും കൂടെ ഈ ചിലവിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 10 രൂപയാണ് ചിലവ് വരുന്നതെങ്കിൽ അവരൊരു 13 രൂപ, 14 അല്ലെങ്കിൽ 13 to 15, ഒരു 15 രൂപയായിരിക്കും ചിലപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വിലയായിട്ട് ഇടുന്നത്. കാരണം അവർക്ക് അതിൻ്റെ അകത്തൊരു പ്രോഫിറ്റോടെ കിട്ടണം. ഈ പ്രോഫിറ്റ് ഇവർക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും ഏജൻറ്റിനും എല്ലാവർക്കും അതിനകത്ത് പ്രോഫിറ്റ് കിട്ടേണ്ടതുകൊണ്ട് 10 രൂപയുടെ ചിലവ് വരുന്ന സാധനം ഇവരൊരു 15 രൂപയ്ക്കോ 20 രൂപയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പം മാർക്കറ്റിലോട്ട് വിറ്റഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് ഫേം എയിം അറ്റ് ഏണിങ് എ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. എല്ലാ ബിസിനസ് ഫേമിനും അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്, ഏണിങ് എ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് മാർജിനും കൂടെ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാ ബിസിനസ് ഫേമിനും ഉണ്ട്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദെയർ ആർ 3 ടൈപ്പ് ഓഫ് കോസ്റ്റ്. ചിലവ് 3 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ നമുക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ്. ആ പേര് തന്നെയുണ്ട്, ഫിക്സ്ഡ് ആണ്, അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു ചിലവുകളല്ല. ഫിക്സ്ഡ് കോസ്റ്റ് ഡു നോട്ട് വേരി വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ പ്രൊഡക്ഷൻ ഓർ സെയിൽ. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ അകത്ത് ഡു നോട്ട് വേരി, അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം വരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ നടന്നാലോ സെയിൽസ് നടന്നാലോ മറ്റെന്തെങ്കിലും ലെവൽ ഓഫ് ആക്ടിവിറ്റി നടന്നാലൊന്നും ആ ഫിക്സ്ഡ് കോസ്റ്റിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരില്ല, അത് ഫിക്സ്ഡ് ആണ്. അതായത് അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് റെൻറ്റ് ഓഫ് ബിൽഡിങ്, അതെല്ലാ മാസവും ഒരു നിശ്ചിത തുകയാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. സാലറി
എല്ലാ മാസവും ഒരു നിശ്ചിത തുകയാണ് നമ്മൾ ശമ്പളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയം എല്ലാ വർഷവും ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞ കമ്പനി ഒരു നിശ്ചിത തുകയാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഫിക്സഡ് കോസ്റ്റാണ്. അത് ഓരോ മാസം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കില്ല. അതായത് റെൻ്റ് എന്ന് പറയുന്ന ഒരു മാസം 50,000 രൂപയാണെങ്കിൽ പിറ്റേ മാസം 50,000 തന്നെയായിരിക്കും. അല്ലാണ്ട് ഒരു മാസം 50,000 പിറ്റേ മാസം 10,000 അങ്ങനെയല്ല റെൻറ്റ് കൊടുക്കുന്നത്. അത് ഫിക്സഡാണ്. സാലറി എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുകയാണ് ശമ്പളമായിട്ട് കൊടുക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിക്സഡായിട്ടുള്ള തുകയാണ് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനോടെയാണ് നമ്മളെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഡു നോട്ട് വേരി, അതിനകത്ത് യാതൊരു തരത്തിലുള്ള വേരിയേഷനും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്താണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ചിലവുകൾ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, ഫിക്സഡാണ്, അതിനകത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. കോസ്റ്റ് വിച്ച് വേരി, ആ ചിലവുകളെന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതിന് അനുപാതകമായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. അതായത് കമ്പനിയുടെ പ്രവർത്തനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ചിലവുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം കുറവാണെന്നുണ്ടെങ്കിൽ ആ ചിലവുകൾ ചിലപ്പോൾ കുറവായിരിക്കും. കമ്പനിയുടെ പ്രവർത്തനം ചിലപ്പോൾ പ്രൊഡക്ഷൻ എല്ലാം കൂടുകയാണെങ്കിൽ കമ്പനിയുടെ ചിലപ്പോൾ ചിലവ് ഇതിൻ്റെ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളനുസരിച്ചിട്ട് ലെവൽ ഓഫ് ആക്ടിവിറ്റി അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ചിലവിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പം കമ്പനി കൂടുതൽ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ വില മാറുന്നതനുസരിച്ചിട്ട് ആ ചിലവ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ചിലവിൻ്റെ അകത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ വില കൂടുകയും കുറയുന്നതനുസരിച്ചിട്ട് കമ്പനിയുടെ ചിലവ് കൂടുകയും കുറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം വേരിയബിളാണ്. ഒരിക്കലും റോ മെറ്റീരിയലിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കില്ല, എപ്പോഴും അതിൻ്റെ അകത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽ എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കണം എന്നില്ല. ചില സമയത്ത് കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് കമ്പനിയുടെ ചിലവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ലേബർ ആൻഡ് പവർ, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ജോലിക്കാരുടെ എണ്ണം, അതോടൊപ്പം തന്നെ പവർ, കമ്പനി ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഇതെല്ലാം ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസർ. കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ആ ഒരു അതായത് കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി അനുസരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. ലേബർ ആൻഡ് പവർ, അതായത് കമ്പനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിക്കകത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജോലിക്കാരുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട ശമ്പളത്തിൻ്റെ ജോലിക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ കൂടുതൽ കൂലി കൊടുക്കേണ്ടതായിട്ട് വരും. ജോലിക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ കുറച്ച് കൂലി മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിൽ ചിലവുകൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ സാധിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതോടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ വില, ലേബർ ആൻഡ് പവർ, കമ്പനിയുടെ ജോലിക്കാരുടെ എണ്ണം, അവരുടെ ശമ്പളം, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഏതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ലെവൽ ഓഫ് ആക്ടിവിറ്റി. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി അനുസരിച്ചിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ചിലവ് കൂടുതലായിരിക്കും. പ്രൊഡക്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചിലവുകൾ ഈ വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പം ഇത് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്, പക്ഷേ അവിടെ മറ്റൊരു വാക്കോടെ വന്നിട്ടുണ്ട്, സെമി, പകുതി മാത്രം. വേരിയബിൾ കോസ്റ്റ് പോലെ കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും കൂടുകയും കുറയുകയും ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് നോക്കാം. കോസ്റ്റ് വിച്ച് ആർ വേരി വിത്ത് ലെവൽ ഓഫ് ആക്ടിവിറ്റി. കമ്പനി ഇതും കോസ്റ്റ് തന്നെയാണ്, ചിലവാണ്. വിച്ച് വേരി വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി വെച്ച് മാറുന്നതനുസരിച്ചിട്ട് ഇതിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബട്ട് നോട്ട് ഇൻ ദ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആർ കോൾഡ് സെമി വേരിയബിൾ. അതുമായിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, നോട്ട് ഇൻ ദ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, അതായത് കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ചിലവുകൾ മാറുന്നില്ല. ഇപ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടി, പൂർണ്ണമായിട്ടും ഇത്തരം ചിലവുകൾ കൂടുന്നില്ല. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കുറഞ്ഞു, പൂർണ്ണമായിട്ടും ഇത്തരം ചിലവുകൾ കുറയുന്നില്ല. ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ല. അതേസമയം വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടിയാൽ അത്തരം ചിലവുകളെല്ലാം കൂടും. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എല്ലാം കുറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം സെമി വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല. ഇവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലവുകളുടെ കാര്യത്തിൽ ഈ ചിലവുകൾ കൂടുന്നുമുണ്ട്, കുറയുന്നുമുണ്ട്. ബട്ട് നോട്ട് ഇൻ ദ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. കമ്പനിയുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് നേരിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷനായിട്ടല്ല ചിലവുകൾ കൂടുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, കോമ്പൻസേഷൻ ഓഫ് ആൻ എംപ്ലോയി.
ഒരു എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. ഇൻക്ലൂഡ് ഫിക്സ്ഡ് സാലറി, അയാൾക്ക് ഒരു ഫിക്സ്ഡ് സാലറി എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. പ്ലസ് എ കമ്മീഷൻ ഓഫ് 5% ഓഫ് സെയിൽ. അതിൻ്റെ കൂടെ തന്നെ അയാൾക്ക് എന്തും കൊടുക്കുന്നുണ്ട്, 5% ഓഫ് സെയിൽസ്. അയാൾ നടത്തുന്ന സെയിൽസിൻ്റെ 5% അയാൾക്ക് എന്തും കൊടുക്കുന്നുണ്ട്, അയാൾക്കൊരു കമ്മീഷനായിട്ടും കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇൻ സച്ച് കേസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് കോമ്പൻസേഷൻ വിൽ വേരി അക്കോർഡിംഗ് ടു സെയിൽസ്. അപ്പോൾ അവിടെ സെയിൽസ് കൂടിയാണെങ്കിൽ അയാൾക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്, സെയിൽസ് കുറയുവാണെങ്കിലോ അവിടെ കമ്മീഷൻ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ ഫിക്സ്ഡ് സാലറി ഉണ്ട്. ഫിക്സ്ഡ് സാലറിയുടെ കൂടെ തന്നെ ഇയാൾക്ക് എന്തോടെ കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കമ്മീഷനും കൊടുക്കുന്നുണ്ട്. അതവിടെ സെയിൽ കൂടുകയാണെങ്കിൽ മാത്രമാണ് അയാൾക്കത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. സെയിൽ കുറയുകയാണെങ്കിൽ അയാൾക്കത് 5% ഇത് ഈ പറഞ്ഞേക്കുന്ന കമ്മീഷനും കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഫിക്സ്ഡ് സാലറിക്കകത്ത് അവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും സംഭവിക്കുന്നില്ല. അതായത് ഒരു മാസം അയാൾക്ക് 15,000 രൂപയാണ് ശമ്പളമെങ്കിൽ പിറ്റേ മാസവും 15,000 രൂപ തന്നെയാണ് ശമ്പളം. പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയൊരു എലമെൻറ്റിനകത്ത് മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്താണത്, അയാളുടെ കമ്മീഷൻ. അതൊരു ചെറിയൊരു എലമെൻറ്റ് മാത്രമാണ്. അപ്പം സെയിൽസ് കൂടിയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു 5% അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതേസമയം സെയിൽസ് കുറയുകയാണെങ്കിൽ അയാൾക്ക് ആ തുക തന്നെ പിറ്റേ മാസം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു മാസം അയാൾക്ക് കമ്മീഷനായിട്ട് ഒരു 5,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. പിറ്റേ മാസം 5,000 രൂപ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 രൂപയ്ക്ക് പകരം അയാൾക്ക് ചിലപ്പോൾ ഒരു 1,000 രൂപയായിരിക്കും അവിടെ കമ്മീഷനായിട്ട് കിട്ടുക. അപ്പോൾ 15,000 പ്ലസ് 1,000 16,000 രൂപയായിരിക്കും അയാൾക്ക് മൊത്തം കിട്ടുന്നത്. ചില മാസങ്ങളിൽ അയാൾക്ക് 15,000 പ്ലസ് 5,000 20,000 രൂപ കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട്. അതിനെയാണ് നമുക്ക് ഈ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് നേരെ തിരിച്ചാണ്. അവിടെ ഒരു ഡയറക്റ്റ് പ്രൊപ്പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ലെവൽ ഓഫ് ആക്ടിവിറ്റി, കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ അതോടനുബന്ധിച്ചിട്ടുള്ള മൊത്തം ചിലവുകളും കൂടും. പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള മൊത്തം ചിലവുകളും കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ്, ഇതിനെപ്പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. യൂട്ടിലിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ യൂട്ടിലിറ്റിയും ഒരു സാധനത്തിൻ്റെ ഉപയോഗവും അതിൻ്റെ ഡിമാൻഡും സെറ്റ് ദ അപ്പർ ലിമിറ്റ് ഓഫ് പ്രൈസ്. അത് രണ്ടും കൂടെയാണ് ഒരു പ്രൈസ് തീരുമാനിക്കുന്നത്. വിച്ച് എ ബയ്യർ വുഡ് ബി പ്രിപ്പയർഡ് ടു പേ. ഒരു ബയ്യർ, ഒരു സാധനം വാങ്ങുന്ന ആൾ ഒരു പ്രോഡക്റ്റിനായിട്ട് വില കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വില, അതിന് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് അയാൾ വില കൊടുക്കുന്നത്. ഒന്ന് അതിൻ്റെ യൂട്ടിലിറ്റി. ഇപ്പം ഒരാളൊരു സാധനം വാങ്ങുമ്പോൾ അയാൾക്ക് അതിനകത്ത് അത് വെച്ചിട്ട് ഒരുപാട് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അയാൾ വില കൊടുക്കാനായിട്ട് തയ്യാറാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡിമാൻഡും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, ആ പ്രോഡക്റ്റിൻ്റെ വിലയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡാണ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് ഈ വരുന്ന രണ്ട് എലമെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതോടൊപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രൈസിങ് ഈസ് അഫക്റ്റഡ് ബൈ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. അപ്പം പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ദ ഫേം ക്യാൻ ഫിക്സ് എ ഹയർ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്. ഒരു ഫേമിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഹയർ പ്രൈസ്, എത്ര വില വേണമെങ്കിലും കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇൻഇലാസ്റ്റിക് എന്താണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്രോൾ, അതിന് എത്ര രൂപ വില കൂടിയാലും ആൾക്കാർക്കത് മേടിക്കാതെ പറ്റില്ല. കാരണം ജോലിക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യണം, പെട്രോൾ വാങ്ങിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. അത്തരം സാധനങ്ങളുടെ ഡിമാൻഡിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത്തരം പ്രോഡക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഡിമാൻഡിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകൾക്ക് ഫേമിന് എന്ത് ചെയ്യാൻ സാധിക്കും, അപ്പോൾ അല്ലെങ്കിൽ മോണോപോളി, ഒരു കമ്പനി മാത്രമാണ് സാധനങ്ങൾ കൊടുക്കുന്നതെങ്കിൽ മറ്റൊരു കമ്പനികളും ആ സാധനം പ്രോഡക്റ്റ് വിപണിയിൽ കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര രൂപ വേണമെങ്കിലും വില കൂട്ടാൻ സാധിക്കും. കാരണം വേറെ ആരും അത് പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വേറെ ആരും പ്രോഡക്റ്റ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് എത്ര രൂപ വേണമെങ്കിലും അതിൻ്റെ അകത്ത് വില കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഡിമാൻഡിനാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫേം ക്യാൻ ഫിക്സ് എ ഹയർ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്. ഒരു കമ്പനിക്ക് എത്ര രൂപ വേണമെങ്കിലും വില കൂട്ടുന്നതിനായിട്ട് സാധിക്കും. ബട്ട് വെൻ ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്, അതേസമയം ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. ഒരുപാട് കമ്പനികൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്. അതൊരു നിത്യോപയോഗ സാധനമല്ല. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫേം കനോട്ട് ഫിക്സ് എ ഹയർ പ്രൈസ്. അവരൊരിക്കലും അതിനൊരു ഹയർ പ്രൈസ്, ഒരു അമിതമായ വില അതിന് ഈടാക്കുന്നതിനായിട്ട് സാധിക്കില്ല. അപ്പം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനകത്ത് നമ്മൾ വരുന്ന മറ്റ് രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന് അതിൻ്റെ ഉപയോഗവും, രണ്ടാമത്തത് ഡിമാൻഡും. അപ്പം ഒരു സാധനത്തിന് ഒരുപാട് ഉപയോഗമുണ്ട്, ഒരുപാട് ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുന്നതാണ്, ഉറപ്പായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പ്രൈസിനെ ഫിക്സ് ചെയ്യുമ്പം ആ ഒരു എലമെൻ്റ് അതിനെ ബാധിക്കും. ഉറപ്പായിട്ടും നമുക്ക് നല്ല വില അതിന് ഈടാക്കാനായിട്ട് സാധിക്കും. കസ്റ്റമർ അതിന് വേണ്ടിയിട്ട്
എത്ര രൂപ കൊടുക്കാനും തയ്യാറാണ്. അതേസമയം അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് രണ്ടെണ്ണമാണ് ഇതിൻ്റെ പറഞ്ഞേക്കുന്നത്, ഇൻഇലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കമ്പനികളൊന്നും ആ പ്രോഡക്റ്റ് വിൽക്കുന്നില്ല. അതേസമയം അതുപോലെ തന്നെ അത് ആൾക്കാർക്ക് എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എത്ര രൂപ വേണമെങ്കിലും വില കൂട്ടി വിൽക്കുന്നതിനായിട്ട് അത് സാധിക്കും. അതേസമയം ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്രോഡക്റ്റിന് വലിയ ഡിമാൻഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്നും ആവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല അത്, മറ്റ് ഒരുപാട് കമ്പനികൾ അത് സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണെങ്കിൽ ഒരു ഫെയിമിനും ആ ഒരു വലിയ വില കൂട്ടി ഹയർ പ്രൈസിൽ ആ സാധനം വിൽക്കുന്നതിനായിട്ട് സാധിക്കില്ല. ഈ പ്രൈസിങ്ങിനെ, അതായത് ഒരു പ്രോഡക്റ്റിനെ വിലയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ഒരു മാർക്കറ്റിലെ കോമ്പറ്റീഷൻ നമ്മൾ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളൊരു പ്രോഡക്റ്റിനെ വിലയിടാവുള്ളൂ. വെൻ ദ ഫേം ഡസ് നോട്ട് ഫേസ് എനി കോമ്പറ്റീഷൻ, ഒരു കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള കോമ്പറ്റീഷനും ഇല്ല, ഇവർ മാത്രമാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എൻജോയ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ പ്രൈസ് ഫിക്സേഷൻ. അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനകത്ത്, വില ഫിക്സ് ചെയ്യുന്നതിനകത്ത് ആ ഒരു കമ്പനിക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എത്ര രൂപ വേണമെങ്കിലും വില കൂട്ടിയും വിൽക്കാം, അവർക്ക് അവർ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് ആ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കും. കാരണം അവിടെ മറ്റൊരു കമ്പനി ആ പ്രോഡക്റ്റ് വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ ഈ വിൽക്കുന്ന കമ്പനിയുടെ അടുത്ത് വന്നിട്ടാണ് അത് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ആ വിൽക്കുന്ന കമ്പനിക്ക് ഇഷ്ടമുള്ള വില ഈടാക്കുന്നതിനായിട്ട് സാധിക്കും. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ബിക്കം ദ പ്രൈസ് മേക്കർ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവരാണ് പ്രൈസ് മേക്കർ, അവരാണ് വില ഇടുന്നത്. അതേസമയം ബട്ട് വെൻ ദെയർ ആർ കോമ്പറ്റീറ്റേഴ്സ്, അപ്പോൾ മാർക്കറ്റിൽ മറ്റാൾക്കാരും ഈ സെയിം പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ദ പ്രൈസിങ് ഫ്രീഡം ഓഫ് ദ ഫേം ഈസ് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ കമ്പനിയുടെ ഫ്രീഡം എന്ന് പറയുന്നത് അവിടെ റെസ്ട്രിക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അവർക്കങ്ങനെ ഇഷ്ടമുള്ള വില കൂട്ടി വിൽക്കുന്നതിനൊന്നും ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ ഒരു കമ്പനി പ്രോഡക്റ്റ് വില കൂട്ടി വിൽക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് മറ്റ് വില കുറഞ്ഞ കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. വില കൂട്ടി വിൽക്കുന്ന ആൾക്കാരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാതെ അവിടെ കമ്പനിയിൽ തന്നെ ഇരിക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥിതിയാണ് അവിടെ വരുന്നത്. അപ്പം ദെയർ ആർ കോമ്പറ്റീറ്റേഴ്സ്, ദ പ്രൈസിങ് ഫ്രീഡം ഓഫ് ഫേം ഈസ് റെസ്ട്രിക്റ്റഡ്. ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈസിൻ്റെ അകത്ത് കുറേ നിയന്ത്രണങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻ സച്ച് കേസ് ഇറ്റ് ബിക്കംസ് ദ പ്രൈസ് ടേക്കർ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരൊരിക്കലും പ്രൈസ് മേക്കർ അല്ല, അവരല്ല വിലയിടുന്നത്, അവരെന്തായി മാറുകയാണ്, പ്രൈസ് ടേക്കറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെയർഫോർ പ്രൈസ് ഷുഡ് ബി ഫിക്സ്ഡ് ബൈ കൺസിഡറിങ് ദ പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വിലയിടുന്നത്, പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വിലയോടെ നമ്മൾ അറിയും ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വിലയും അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അവരുടെ ഫീച്ചേഴ്സൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ പ്രോഡക്റ്റിന് ഒരു വിലയിടുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൈസിങ്ങിനകത്ത് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. ഇപ്പം ആരും കോമ്പറ്റീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിലക്കൂട്ടി വിൽക്കുന്നതിനായിട്ട് സാധിക്കും. അതേസമയം കോമ്പറ്റീഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആ പ്രോഡക്റ്റിന് കൊടുക്കുന്ന വിലയും അവർ കൊടുക്കുന്ന ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ അവരുടെ ക്വാളിറ്റിയൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റിന് നമുക്കൊരു വിലയിടുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി പ്രൈസിങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്. നമ്മുടെ സർക്കാരും അതോടൊപ്പം തന്നെ കോടതി ഇടപെടുന്ന ലീഗൽ റെഗുലേഷൻ, ഒന്നെങ്കിൽ സർക്കാരായിട്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ കോടതിയായിട്ട് കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം ഈ പ്രൈസിങ്ങിനെ ബാധിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് എഗനിസ്റ്റ് അൺഫെയർ പ്രാക്ടീസ്. അപ്പം ഒരു കച്ചവടത്തിനകത്ത് ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. പബ്ലിക്കിനെ പറ്റിക്കുന്നതായിട്ട് വില കൂട്ടി വിൽക്കുകയോ അല്ലെങ്കിൽ ക്വാളിറ്റിക്കകത്ത് വ്യത്യാസം വരുത്തിയൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടക്കാർ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അൺഫെയർ പ്രാക്ടീസിനെ എല്ലാം തടയുന്നതിനായിട്ട് ദ ഗവൺമെൻറ് ഇൻ്റർവേഴ്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ്. സർക്കാർ അത്തരം ബിസിനസ്സുകാരുടെ ബിസിനസ്സിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൈസിൻ്റെ അകത്ത് അതിൻ്റെ വിലയിടുന്ന കാര്യത്തിൽ സർക്കാർ ഇടപെടുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരുപാട് കമ്മോഡിറ്റിയുടെ വില സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ, ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഗുഡ്സിൻ്റെ വില അങ്ങേയറ്റം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരം കാര്യങ്ങളിനകത്തെല്ലാം നല്ല രീതിയിൽ ഇടപെടാറുണ്ട്. ദ ഗവൺമെൻറ് ക്യാൻ ഡിക്ലെയർ എ പ്രോഡക്റ്റ് ആസ് എസെൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് റെഗുലേറ്റ് ഇറ്റ്സ് പ്രൈസ്. അപ്പം ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഗവൺമെൻറ് ക്യാൻ ഡിക്ലെയർ എ പ്രോഡക്റ്റ് ആസ് എസെൻഷ്യൽ പ്രോഡക്റ്റ്. ഗവൺമെൻറ്റിന് ഒരു രാജ്യത്ത് വിൽക്കുന്ന ഏതൊരു പ്രോഡക്റ്റിനെ എസെൻഷ്യൽ പ്രോഡക്റ്റ്, അത്യാവശ്യ പ്രോഡക്റ്റാണെന്ന് പറഞ്ഞ് അതിനെ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ അത്യാവശ്യ സാധനം ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ
സർക്കാരിന് അതിൻ്റെ വിലയെ റെഗുലേറ്റ് ഇറ്റ്സ് പ്രൈസ്, സർക്കാരിന് അതിൻ്റെ വിലയെ നിയന്ത്രിക്കുന്നതിനായിട്ട് പിന്നീട് സാധിക്കുന്നതാണ്. അപ്പോൾ കമ്പനിയല്ല അവിടെ വില നിശ്ചയിക്കുന്നത്, പിന്നെ ആരാണ്? ഗവൺമെൻറ്റാണ് അവിടെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എസെൻഷ്യൽ പ്രോഡക്റ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അപ്പം പ്രൈസിങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് ഈ പറഞ്ഞേക്കുന്ന ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഗവൺമെൻറ് ഹാസ് റെഗുലേറ്റഡ് ഇറ്റ്സ് പ്രൈസ് ഓഫ് ഡ്രഗ്സ്, എഡിബിൾ ഓയിൽ, ഷുഗർ, സിമെൻറ്റ് എക്സെട്ര പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഗവൺമെൻറ് ഹാസ് റെഗുലേറ്റഡ് ഇറ്റ് പ്രൈസ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന സർക്കാരാണ്. ഓയിലിൻ്റെ വില നിയന്ത്രിക്കുന്ന സർക്കാരാണ്. അതുപോലെ ഷുഗറിൻ്റെ, സിമെൻറ്റിൻ്റെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില നിശ്ചയിക്കുന്നത് സർക്കാരാണ്. കാരണം ഇതെല്ലാം ഒരു നിത്യോപയോഗ സാധനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞേക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ. അല്ലെങ്കിൽ മനുഷ്യന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന ലിസ്റ്റിലുള്ളതെല്ലാം. മരുന്നാണെങ്കിലും ഓയിലാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ വീട് കിട്ടുന്നതിനൊക്കെ ആയിട്ട് സിമെൻറ്റും അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിനൊക്കെ ആയിട്ട് സിമെൻറ്റെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കൊന്നും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലോട്ടൊന്നും പോകാനായിട്ടൊന്നും സാധിക്കില്ല. അതോടൊപ്പം തന്നെ മരുന്നുകളുടെ വില കൂട്ടുക, അല്ലെങ്കിൽ ഷുഗറിൻ്റെ വില കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓയിലിൻ്റെ വില കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഈ ഓയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലിൻ്റെയാണ് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വില കൂടിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനെ അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാരാണ് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ എല്ലാം വില നിശ്ചയിക്കുന്നത്. ഷുഡ് ബി ഫിക്സഡ് പ്രൈസ് ഷുഡ് ബി ഫിക്സഡ് അക്കോർഡിംഗ്ലി, ഇതിൻ്റെ എല്ലാം വില നിശ്ചയിക്കുന്നത് സർക്കാരാണ്. അപ്പം ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻ, സർക്കാരിൻ്റെ ഇടപെടലും അല്ലെങ്കിൽ നിയമങ്ങളുടെ ഇടപെടലും ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫാക്ടർ ആയിട്ട് തന്നെ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. വില നിർണ്ണയിക്കുന്നതിനകത്ത് വരുന്ന കുറേ ലക്ഷ്യങ്ങൾ, കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈസിങ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഈസ് അനദർ ഫാക്ടർ അഫക്റ്റിംഗ് ദ ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നതിനകത്ത് വരുന്ന മറ്റൊരു ഫാക്ടറാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, കമ്പനിയുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങൾ കാണും വിലയിടുന്നതിൻ്റെ അകത്ത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് എ ഫേം തിങ്ക് ഓഫ് മാക്സിമൈസിങ് പ്രോഫിറ്റ് ഇൻ എ ഷോർട്ട് റൺ, ഇറ്റ് വുഡ് ചാർജ് മാക്സിമം പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു കമ്പനി ചിന്തിക്കുകയാണ് ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനി ചിന്തിക്കുന്നതെങ്കിൽ, ഒരു ഷോർട്ട് റൺ കൊണ്ട്, ചെറിയ കാലയളവ് കൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, ഇറ്റ് വുഡ് ചാർജ് മാക്സിമം പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. കാരണം അവരുടെ ലക്ഷ്യം കൂടുതൽ നാൾ മാർക്കറ്റിൽ നിൽക്കുക ഉള്ളതൊന്നുമല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് ഇറക്കുക, അത് പെട്ടെന്ന് തന്നെ മാക്സിമം പ്രൈസിനകത്ത് വിറ്റഴിച്ച് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, അവർ ഉറപ്പായിട്ടും ഒരു കുറഞ്ഞ കാലയളവ് മാത്രമാണ് അവർ മാർക്കറ്റിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ മാക്സിമം പ്രൈസ് അതിന് ഈടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ബട്ട് ഇറ്റ്സ് ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ഇൻ എ ലോങ് റൺ, അതല്ല, കമ്പനി നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അവർക്ക് പ്രോഫിറ്റ് ഒരു ദീർഘകാലം കൊണ്ട് ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ, ഇറ്റ് വുഡ് ചാർജ് എ ലോവർ പ്രൈസ്. അവരെന്താണ്? വിലക്കുറച്ചാണ് സാധനങ്ങൾ വിൽക്കുക. കാരണം അവർക്ക് വിലക്കുറച്ചിലാണ് വിൽക്കുന്നതെങ്കിൽ പോലും ചെറിയൊരു ലാഭം കിട്ടും. അപ്പോൾ അത് പ്രകാരം അവർക്ക് കൂടുതൽ നാൾ മാർക്കറ്റിൽ നിൽക്കുന്നതിനും മറ്റും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് കമ്പനിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വിലക്കുറച്ചിട്ടായിരിക്കും സാധനങ്ങൾ വിൽക്കുന്നത്. ബൈ ഡൂയിങ് സോ ഇറ്റ് ക്യാൻ ക്യാപ്ചർ ലാർജർ ഷെയർ ഓഫ് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ വില കുറച്ചാണ് വിൽക്കുന്നതെങ്കിൽ അവർക്ക് ദീർഘനാൾ മാർക്കറ്റിൽ നിൽക്കാൻ സാധിക്കും. അതുവഴി അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ക്യാപ്ചർ ലാർജർ ഷെയർ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ വലിയൊരു ഷെയറും ഇവർക്ക് കിട്ടുന്നതാണ്. കാരണം അവർ ദീർഘനാൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും മാർക്കറ്റിൻ്റെ ഷെയറിൻ്റെ വലിയൊരു ശതമാനം ഇവർക്ക് കിട്ടും. ദെയർ ബൈ ഗ്രേറ്റർ പ്രോഫിറ്റ് ത്രൂ ഇൻക്രീസ്ഡ് സെയിൽ. അപ്പോൾ അതുവഴി അവർക്ക് എന്ത് ചെയ്യുകയാണ്? കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അവരുടെ സെയിൽ കൂടുകയും അതോടൊപ്പം തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് നടക്കുന്നത്. ഒന്ന്, ചില കമ്പനികൾ ചിന്തിക്കുന്ന കുറച്ച് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് ചിന്തിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അവർ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിലക്കൂട്ടി വിൽക്കുന്നതിനായിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇനി അതല്ല, മറ്റ് കമ്പനികൾ മറ്റൊരു രീതി ചിന്തിക്കാറുണ്ട്. കൂടുതൽ നാൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക, അതുവഴി മാർക്കറ്റ് ഷെയറിൻ്റെ കൂടുതൽ മാർക്കറ്റ് ഷെയർ സ്വന്തമാക്കുക, അതോടൊപ്പം തന്നെ ദീർഘനാളും കൊണ്ട് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക, അവരുടെ സെയിൽ വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് ഒരു ലോങ് ടൈമിലോട്ട് മാർക്കറ്റിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്പനികളെല്ലാം പ്രോഡക്റ്റിൻ്റെ വില കുറച്ചിട്ടായിരിക്കും അവർ വിൽക്കുന്നത്. ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ അവർ ഈടാക്കിയുള്ളൂ. അതിനുശേഷം ലോങ് ടൈമിലോട്ട് അവർ മാർക്കറ്റിൽ നിൽക്കുകയും മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കുകയും അങ്ങനെ അവരൊരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്.
ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പാർട്ട് ഫ്രം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കൂടാതെ മറ്റ് ചില ലക്ഷ്യങ്ങളോടെ ഈ പ്രൈസിങ് ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല ഈ പ്രൈസിങ് ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് വരുന്നത്, മറ്റ് ചില ലക്ഷ്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒബ്റ്റെയിനിങ് മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ്. മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ പിടിച്ചെടുക്കുക, അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഒരു ലീഡർഷിപ്പ് നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെ വരുന്നുണ്ട്. സർവൈവിങ് ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒരുപാട് ആൾക്കാർ മാർക്കറ്റിലുണ്ട്, കോമ്പറ്റീറ്റീവ് ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അവിടെ നിലനിന്ന് പോകണം, അവർ കമ്പനി പൂട്ടിപ്പോകരുത്, കമ്പനി പൂട്ടിപ്പോകാതെ നിലനിന്ന് പോവുക എന്നുള്ളത് കമ്പനിയുടെ ഒരു ലക്ഷ്യമാണ്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് അറ്റൈനിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ്. അപ്പം പ്രോഡക്റ്റിൻ്റെ ഉന്നത ഗുണമേന്മ കൊടുക്കുക, അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കമ്പനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് വരുന്നത്. ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അതുവഴി അവർ ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെ മാർക്കറ്റ് ഷെയറിൻ്റെ അകത്ത് ഒരു ലീഡർഷിപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ പിന്നീടുള്ള ഒരു ലക്ഷ്യമാണ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നിലനിന്ന് പോവുക, സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ലീഡർഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഉന്നത ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുക, അതുവഴി മാർക്കറ്റിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യവും അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഫാക്ടറാണ് മാർക്കറ്റിംഗ് മെത്തേഡ് യൂസ്ഡ്. അതായത് ഒരുപാട് വിപണന രീതികൾ കമ്പനി എടുക്കാറുണ്ട്. അതിനാണ് ഈ മാർക്കറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. വിറ്റഴിക്കുന്നതിനായിട്ട് ഒരുപാട് മെത്തേഡുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ഈ പ്രൈസിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനത്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രൈസ് ഫിക്സേഷൻ ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ വേരിയസ് അതർ മാർക്കറ്റിംഗ് എലമെൻറ്റ്സ് ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒന്നാമത് പറഞ്ഞിരിക്കുകയാണ് വിതരണത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്ന സിസ്റ്റം. അതായത് ഹോൾസെയിലറാണോ, റീറ്റെയിലറാണോ, ഏജൻ്റാണോ, അപ്പോൾ അതനുസരിച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് വിലയ്ക്കകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. സെയിൽസ്മാൻ ക്വാളിറ്റി, ഒരു സെയിൽസ്മാൻ ക്വാളിറ്റി, അപ്പോൾ ഇവരുടെ കമ്പനി ഉപയോഗിക്കുന്ന സെയിൽസ്മാൻമാരുടെ ക്വാളിറ്റി. അപ്പം നല്ല മിടുക്കരായിട്ടുള്ള സെയിൽസ്മാൻമാരാണെങ്കിൽ അവർ ഇപ്പോൾ വില കൂടുതലാണെങ്കിൽ പോലും ചിലപ്പോൾ അവരത് വിറ്റഴിക്കുന്നതിനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ സെയിൽസ്മാൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പ്രൈസിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താറുണ്ട്. അഡ്വർടൈസിങ് ക്വാളിറ്റി, അപ്പോൾ നല്ലൊരു സിനിമാ താരത്തെ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരത്തെ വെച്ചിട്ട് വല്ല പരസ്യം എടുക്കുകയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഒരു പരസ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ പോലും ആൾക്കാരത് വാങ്ങുന്നതിനായിട്ട് തയ്യാറാകും. അപ്പം അഡ്വർടൈസ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ ചിലപ്പോൾ വില കുറച്ച് കൊടുക്കേണ്ടതായിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സെയിൽസ് പ്രൊമോഷൻ എഫേർട്സ്, ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ റിബേറ്റ് കൊടുക്കുക, ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുക, അങ്ങനെ ഒരുപാട് സെയിൽസ് പ്രൊമോഷൻ്റെ എഫേർട്ട് അവർ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് അവർ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പം സെയിൽസ് പ്രൊമോഷൻ വഴി അവർക്ക് സെയിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കുറച്ച് വില കൂട്ടി വിറ്റിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് സെയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധനങ്ങൾ വിറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് വില കൂട്ടി വിറ്റാൽ പോലും ഗിഫ്റ്റ് കിട്ടുമെന്നൊക്കെ ഓർത്ത ആൾക്കാർ ചിലപ്പോൾ അത് മേടിക്കാനുള്ള സാധ്യതയുണ്ട്. ടൈപ്പ് ഓഫ് പാക്കേജിങ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണെങ്കിൽ വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ പോലും ആൾക്കാർ ചിലപ്പോൾ വാങ്ങിക്കാറുണ്ട്. കാരണം ആ പാക്കേജ് ചിലപ്പോൾ നമ്മളൊരു സാധനം എടുത്ത് കയ്യിലോട്ട് പിടിക്കുമ്പോൾ നല്ലൊരു പാക്കേജിങ് ഒക്കെ ആണെങ്കിൽ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നതിനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നല്ലൊരു പാക്കേജിംഗ് ഉണ്ടെങ്കിൽ വില കൂട്ടി വിറ്റാൽ പോലും ആൾക്കാർ ചിലപ്പോൾ അത് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ക്രെഡിറ്റ് ഫെസിലിറ്റി, കസ്റ്റമർ സർവീസ് പ്രൊവൈഡഡ്. ഇത്ര എലമെൻറ്റ്സുകളെല്ലാം പ്രൈസിനെ സ്വാധീനിക്കുന്നുണ്ട്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ സൈസിലും ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസങ്ങളെല്ലാം പ്രൈസിനെ സ്വാധീനിക്കും. അത് ഇപ്പം ക്വാളിറ്റി കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വില കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അതിന് വരുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി നന്നായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് വില കൂടുതലായിരിക്കും. കാരണം ഇൻസ്റ്റാൾമെൻറ്റും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾമെൻറ്റ് അനുസരിച്ചിട്ടൊക്കെ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം അത്തരം പ്രോഡക്റ്റുകളെല്ലാം ചിലപ്പം അവരങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ കുറച്ച് വില കൂട്ടി വിൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമർ സർവീസ് പ്രൊവൈഡഡ്, നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം അതിനെന്തെങ്കിലും ഡാമേജ് വരികയോ അല്ലെങ്കിൽ പീരിയഡിക്കലായിട്ട് സർവീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർ വില കൂട്ടി വിറ്റാൽ പോലും ചിലപ്പോൾ ആൾക്കാർ ആ പ്രോഡക്റ്റ് വാങ്ങും. കാരണം സാധനം വാങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് സർവീസ് കിട്ടുമല്ലോ എന്നോർത്ത് ആൾക്കാരത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിംഗ് മെത്തേഡ് കളുടെ ഉപയോഗം, ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡിൽ ഏത് മെത്തേഡാണോ കമ്പനികൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ട് അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.